പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള പോലീസിന്റെ ഈ മൂന്നാം മുറയൊന്നും 2025 അവസാനിച്ചിട്ടൊന്നുമില്ല. ഇതിപ്പോ 2023 ദൃശ്യങ്ങളാണ്. യൂത്ത് കോൺഗ്രസ് നേതാവിന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിദാരുണമായി മർദ്ദനം വെക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. പക്ഷെ ഇതൊന്നുമല്ല, ഇതിനും അപ്പുറത്തുള്ള വിഷയങ്ങൾ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എത്ര ദാരുണമായിട്ടാണ് ചെറുപ്പക്കാരനെ ഈ പോലീസുകാർ ചേർന്ന് മർദ്ദിക്കുന്നത്. ഇവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് എന്ത് പണിയാണ് നടക്കുന്നത്? ഇവിടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആരുമില്ല, ഒന്നും ചെയ്യുകയില്ല. പോലീസുകാരെ കയറൂരി വിടുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര ദാരുണമായിട്ടൊരു ചെറുപ്പക്കാരനെ മർദ്ദിച്ച് അത് വീഡിയോ കണ്ടു നിൽക്കാൻ പോലും പറ്റത്തില്ല. അത്ര രീതിയിലാണ് മർദ്ദനം ഉണ്ടാകുന്നത്. ഒന്നിലധികം പോലീസുകാർ ചേർന്നിട്ടാണ് ഈ യുവാവിനെ അകത്ത് പോലീസ് സ്റ്റേഷനിലെ ഉള്ളിലുള്ള മുറിയിൽ കൊണ്ടുപോയി ഇത്ര ദാരുണമായി മർദ്ദിക്കുന്നത്. ഒരു പോലീസുകാരൻ നോക്കിയാൽ കാണാം, എന്തോ വടിയോ എന്തോ ആയുധമായിട്ട് പോകുന്നത് കാണാം. ഇപ്പോൾ മറ്റേതെങ്കിലും ഭാഗത്ത് വെച്ച് മർദ്ദിക്കാനാവാം. പക്ഷെ എന്തായാലും CCTV ദൃശ്യങ്ങളിൽ പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിനെ വളരെ ക്രൂരമായി മർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനാണെന്ന പോലെ പരിഗണന പോലും ഇല്ലാതെ അതിദാരുണമായി മർദ്ദിക്കുക, കുരിച്ചു നിർത്തി കൂമ്പിനടിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അത് ഏതാണ് ഈ ദൃശ്യത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരള പോലീസിന്റെ മറ്റൊരു നിറം കൂടെ പുറത്തു വന്നത് എന്തായാലും ഒരുപാട് നാളത്തെ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു വീഡിയോ പുറത്തായിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്കിനി വരും ദിവസങ്ങൾ അറിയാം.